ഡിയേഴ്സ്, ലവ്ലി ഷോട്ട്സിൻ്റെ LP UP LDC പരീക്ഷകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2023 പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയ ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം ഏത്? അടുത്തിടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തര കൊറിയ. ഉത്തര കൊറിയയാണ് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം. ആൻസർ ഉത്തര കൊറിയ. നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭരതമുനി. ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. നാട്യശാസ്ത്രം ഭരതമുനി. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്? 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ്? ആൻസർ താന്തിയോ തോപ്പി. താന്തിയോ തോപ്പിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. താന്തിയോ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട കപ്പാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട കപ്പാണ് തോമസ് കപ്പ്. തോമസ് കപ്പ് ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ആൻസർ ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബക്രാനങ്കൽ. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സത്ലജ്. സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ സത്ലജ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അത് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ അതൊരു ജില്ലയും കൂടിയാണ്. ചണ്ഡീഗഡ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ്. അതായത് ഹരിയാന, പഞ്ചാബ്. ഹരിയാന, പഞ്ചാബ് എന്നീ 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അപ്പോൾ 27 ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചണ്ഡീഗഡാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, ഹരിയാന, പഞ്ചാബാണ് 2 സംസ്ഥാനങ്ങൾ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇറ്റാനഗർ. ഇറ്റാനഗറാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ആ സംസ്ഥാനം. അതിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇറ്റാനഗർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. ആ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലമാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് സുന്ദരവനം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദരവനം. അപ്പോൾ ആൻസർ ഗംഗ, ബ്രഹ്മപുത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു?
ആൻസർ ഓപ്ഷൻ സി ആണ്. ശ്രീനഗർ കാർഗിൽ. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഹിമാലയത്തിലെ സോജില ചുരം ശ്രീനഗർ ആൻഡ് കാർഗിൽ എന്നീ രണ്ട് സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീനഗർ ആൻഡ് കാർഗിൽ. ഹിമാലയത്തിലെ സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മലപ്പുറം. 31ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലപ്പുറം. മലപ്പുറം നിലമ്പൂരിലാണ് കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്താണ് കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം നിലമ്പൂരിൽ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതാണ്? ആൻസർ നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, PR ശ്രീജേഷ്. ഹോക്കി ഗോളിയായ PR ശ്രീജേഷ് ആണ് 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഹോക്കി ക്യാപ്റ്റനും അതേപോലെ തന്നെ ഗോളിയുമായിരുന്നു PR ശ്രീജേഷ്. മേജർ ധ്യാൻചന്ദ് പുരസ്കാരം 2001 ലഭിച്ചത് PR ശ്രീജേഷിനാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH66. ഓപ്ഷൻ സി ആണ് ആൻസർ. NH66 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. 34ൻ്റെ ആൻസറാണ് ഓപ്ഷൻ സി, NH66. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. കോഴിക്കോട് നഗരസഭയാണ് കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട നഗരസഭ. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാമ്പാടും ചോല. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖമാണ് താഴെ തന്നിരിക്കുന്നതിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞം. വിഴിഞ്ഞമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം. 37ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞം. പൊന്നാനി മലപ്പുറം ജില്ലയിലാണ്, ബേപ്പൂര് കോഴിക്കോടാണ്, പയ്യാമ്പലം കണ്ണൂരാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. ഇടുക്കി അണക്കെട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട്. ആൻസർ ഓപ്ഷൻ ഡി, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ആൻസർ പള്ളിവാസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് അതിരപ്പള്ളി. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള അതിരപ്പള്ളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതിരപ്പള്ളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതിരപ്പള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയുടെ പേര് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മിഠായി. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയുടെ പേര്, മിഠായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ്. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ് എംഫിസിമ. എംഫിസിമ എന്ന രോഗമാണ് പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥ. ആൻസർ എംഫിസിമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയകളാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയകളാണ് ലെപ്റ്റോസ്പൈറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബീറ്റ കോശങ്ങൾ. ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ബീറ്റ കോശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കാറുണ്ട്. രക്തം കട്ടപിടിക്കാത്തതോ നിലക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് APTT. APTT ടെസ്റ്റാണ് രക്തം കട്ടപിടിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ നിലക്കാത്തതിൻ്റെ കാരണം അറിയാനുള്ള ടെസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ APTT. അതിൻ്റെ ഫുൾ ഫോമാണ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ടെസ്റ്റാണ്. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, അതായത് APTT ടെസ്റ്റാണ്. അപ്പോൾ ആൻസർ 45ൻ്റെ ആൻസറാണ് ഓപ്ഷൻ ബി, APTT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേരെന്ത്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനത്തിനെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ് KARSAP. KARSAP. അപ്പോൾ 46ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. KARSAP എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിൻ്റെ ഫുൾ ഫോമാണ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് KARSAP. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് KARSAP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണത്തിൻ്റെ പേരെന്ത്?
ആൻസർ ഓപ്ഷൻ സി ആണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം. ഇലക്ട്രോ എൻസെഫലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ബി ആണ് അരിവാൾ രോഗം. അരിവാൾ രോഗമാണ് ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗം. 48ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അരിവാൾ രോഗം. അരിവാൾ രോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളുടെ പേര്. അതായത് കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്നാണ് അത്തരം ജനിതക മാറ്റവും രൂപമാറ്റവും വന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്. നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ആണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എയ്ഡ്സ്. എയ്ഡ്സ് രോഗമാണ് താഴെ തന്നവയിൽ വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം. നമുക്കറിയാം ശരീരസ്രവങ്ങളിലൂടെയും അതേപോലെ തന്നെ ബ്ലഡിലൂടെയുമാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. അപ്പോൾ 50ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എയ്ഡ്സ് രോഗമാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കിയത് 30 ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ് മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.